കഴിഞ്ഞ കുറച്ച് കാലമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറുന്ന ഒരാളാണ് രേണുസുതി. ആദ്യമെല്ലാം അഭിനയവുമായി ബന്ധപ്പെട്ടായിരുന്നു ട്രോളുകളും വിമർശനങ്ങളും രേണു കഥാപാത്രമായെങ്കിൽ പിന്നീട് വീടുമായി ബന്ധപ്പെട്ടായിരുന്നു. വിവാദങ്ങൾ ഒഴിയാതെ പിന്തുടർന്ന രേണുസുതിക്കെതിരെ കിച്ചുസുതി നടത്തിയ വെളിപ്പെടുത്തലുകളും പുതിയ ചർച്ചാ വിഷയം. എന്നാൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ രേണുവിനെ തുണച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷന് മിന്നും പ്രകടനമാണ് രേണുസുതി കാഴ്ചവെച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടെത്തലുകൾ. മാർച്ച് 13-നായിരുന്നു രേണുസുതി ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചത്. പിന്നാലെ അത്യാവശ്യം സബ്സ്ക്രിപ്ഷന് അധികം വൈകാതെ 1000 പേർ അംഗമാവുകയും ചെയ്തു. അതിന് പിന്നാലെയായിരുന്നു കിച്ചുവിന്റെ വെളിപ്പെടുത്തലുകൾ. ശേഷം രേണുവിന്റെ സബ്സ്ക്രിപ്ഷനിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഇതുവരെ 2163 പേരാണ് രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത്. ഓരോ മിനിറ്റിലും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നത് എന്നത് ശ്രദ്ധേയമാണ്. 180 രൂപയാണ് രേണുസുതിയുടെ ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്. 2163 സബ്സ്ക്രൈബേഴ്സിലൂടെ 3,89,340 രൂപയാണ് രേണുസുതിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ തുക മുഴുവനും ഇവർക്ക് ലഭിക്കുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളുടെ കണ്ടെത്തൽ. പകരം ടാക്സ് അടക്കമുള്ള പിടിച്ച ശേഷമുള്ള തുകയാണ് രേണുവിന് ലഭിക്കുമെന്നും ഇവർ പറയുന്നു. അതേസമയം ഇതുവരെ 44 സ്റ്റോറികളും ഒരു പോസ്റ്റും 16 റീലുമാണ് സബ്സ്ക്രൈബേഴ്സിനായി രേണുസുതി അപ്ലോഡ് ചെയ്തിരിക്കുന്നതും. അതേസമയം വിവാദങ്ങളോട് താനിനി പ്രതികരിക്കാനില്ലെന്ന് രേണുസുതിയുടെ നിലപാട്. നേരിട്ടോ ചാനലുകൾ വഴിയോ ആകും ഇനിയുള്ള മറുപടിയെന്ന് രേണു പറയുന്നു. ജോലിയും കാര്യങ്ങളുമായി താൻ തിരക്കിലാണെന്നും അത്യാവശ്യം നല്ല രീതിയിൽ സംവാദമുണ്ടെന്നും രേണു വ്യക്തമാക്കി.